നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കരുനാഗപ്പള്ളി പാവുമ്പയിൽ മാരക ആയുധങ്ങളുമായി ആക്രമണം. 3 അംഗ സംഘം പിടിയിൽ. പാവുമ്പ സ്വദേശിയായ അനിൽകുമാറിനാണ് മർദ്ദനമേറ്റത്. അനിൽകുമാറിന്റെ സ്കൂട്ടറും ഇയാളുടെ സ്ഥാപനത്തിൽ സൂക്ഷിച്ചിരുന്ന ഗ്ലാസ് ഷീറ്റും അക്രമി സംഘം തകർത്തു. കോളനികൾ സന്ദർശിച്ച് ജനങ്ങളുടെ പരാതികൾ നേരിട്ട് സ്വീകരിക്കുന്ന പദ്ധതിക്ക് തുടക്കം. കൊല്ലം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ അംബേദ്കർ ഗ്രാമത്തിൽ റൂറൽ SP സാബു മാത്യുവിന്റെ നേതൃത്വത്തിലാണ് സന്ദർശനം. ഓണാട്ടുകര കാർഷികോത്സവം ശ്രദ്ധേയമാകുന്നു. ഓണാട്ടുകരയുടെ കാർഷിക പെരുമ വിളിച്ചോതുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും. മേളയുടെ ഭാഗമായി 70ഓളം സ്റ്റാളുകൾ. വിശദമായ വാർത്തകളിലേക്ക്. മാരകായുധങ്ങളുമായി ആക്രമണം നടത്തിയ 3 പേർ കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിൽ. പാവുമ്പ സ്വദേശിയായ അനിൽകുമാറിനെയാണ് മൂവർ സംഘം മർദ്ദിച്ചത്. അനിൽകുമാറിന്റെ സ്കൂട്ടറും ഇയാളുടെ സ്ഥാപനത്തിൽ സൂക്ഷിച്ചിരുന്ന ഗ്ലാസ് ഷീറ്റും അക്രമി സംഘം തകർത്തു. മാരകായുധങ്ങളുമായി ആക്രമണം നടത്തിയ പ്രതികളാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. പാവുമ്പ സ്വദേശികളായ രാജേഷ്, ശ്രീകുട്ടൻ, തബൂക്ക് എന്നിവരാണ് അറസ്റ്റിലായത്. പാവുമ്പ സ്വദേശിയായ അനിൽകുമാറിനെയാണ് ഇവർ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചത്. സമീപത്തെ ക്ഷേത്രത്തിലെ ചിറപ്പിനോടനുബന്ധിച്ച് ബുധനാഴ്ച നടന്ന നാടൻപാട്ടിനിടയിലുണ്ടായ സംഘർഷത്തിൽ പ്രതികൾക്ക് മർദ്ദനമേറ്റിരുന്നു. പ്രതികളെ മർദ്ദിച്ച സംഘത്തിൽ ഉൾപ്പെട്ട ആളാണെന്ന് തെറ്റിദ്ധരിച്ചാണ് അനിൽകുമാറിനെ മർദ്ദിച്ചതെന്ന് പോലീസ് പറഞ്ഞു. രാത്രി 10:30ഓടെ ക്ഷേത്രത്തിലേക്ക് പോയ അനിൽകുമാറിനെ വെട്ടത്തേത്ത് ജംഗ്ഷനിൽ പ്രതികൾ മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു. സ്കൂട്ടറിൽ വരികയായിരുന്ന അനിൽകുമാറിനെ കമ്പിവടിയും തടിക്കഷ്ണങ്ങളും ഉപയോഗിച്ച് അടിച്ചു. ഇയാളുടെ സ്കൂട്ടറും ഇയാൾ നടത്തിവന്ന സ്ഥാപനത്തിൽ സൂക്ഷിച്ചിരുന്ന ഗ്ലാസ് ഷീറ്റും ഇവർ അടിച്ചു തകർത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര കാട്ടിൽകുളങ്ങര റോഡ് നാടിന് സമർപ്പിച്ചു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അനിൽ S. കല്ലിലിഭാഗം ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധി കുടുംബങ്ങളും സ്കൂൾ വിദ്യാർത്ഥികളും ആശ്രയിച്ചിരുന്ന റോഡ് വർഷങ്ങളായി സഞ്ചാരയോഗ്യമല്ലായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വികസന ഫണ്ടിൽ നിന്നും 22 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് പുനർനിർമ്മിച്ചത്. നിരവധി കുടുംബങ്ങളും സ്കൂൾ വിദ്യാർത്ഥികളും ആശ്രയിച്ചിരുന്ന റോഡ് വർഷങ്ങളായി സഞ്ചാരയോഗ്യമല്ലായിരുന്നു. റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കെതിരെ വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അനിൽ S. കല്ലിലിഭാഗത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ ടാർ ചെയ്ത് റോഡ് നവീകരിച്ചത്. ജില്ലാ പഞ്ചായത്ത് വികസന ഫണ്ടിൽ നിന്നും 22 ലക്ഷം രൂപയാണ് ഇതിനുവേണ്ടി ചെലവഴിച്ചത്. അനിൽ S. കല്ലിലിഭാഗം നാടമുറിച്ചാണ് റോഡ് ഉദ്ഘാടനം ചെയ്തത്. മറന്നുപോയ ഒരു കാര്യം അദ്ദേഹം ഈ റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഫണ്ട് ജില്ലാ പഞ്ചായത്ത് നീക്കിവെക്കുന്നതിന് ചില നിയമങ്ങളുണ്ടായിരുന്നു. 2017-18 വർഷത്തെ ഫണ്ട് 2019 ഉപയോഗിച്ചതാണ്. 3 വർഷം കഴിയാതെ ഒരു ഫണ്ട് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ തുടർന്ന് നടന്ന യോഗത്തിൽ തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലിം മണ്ണേൽ അധ്യക്ഷനായിരുന്നു. E. രാജീവ്, സുധീർ കാരിക്കൽ, ഷീന നവാസ്, നജീം മണ്ണേൽ, ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ബാലകലോത്സവം സമാപിച്ചു. ശൂരനാട് തെക്ക് ആയിക്കുന്നം SPM UPSലാണ് ബാലകലോത്സവം സംഘടിപ്പിച്ചത്. താലൂക്കിലെ 7 പഞ്ചായത്തിൽ നിന്നായി 200ഓളം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ബാലകലോത്സവം സമാപിച്ചു. ശൂരനാട് തെക്ക് ആയിക്കുന്നം SPM UPSലാണ് ബാലകലോത്സവം സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് തലത്തിൽ മത്സരങ്ങളിൽ വിജയിച്ച് ഇന്ന് താലൂക്ക് തലത്തിൽ നടത്തുന്ന മത്സരങ്ങളിൽ നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ എത്തിയവരാണ്. ആ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് വേദികൾ ഒരുക്കി തരുന്നതും ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വലിയൊരു മികച്ച പ്രവർത്തനമാണ്. താലൂക്ക് പ്രസിഡന്റ് R. അജയൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി S. ശശികുമാർ സ്വാഗതം പറഞ്ഞു. C. മോഹനൻ, മനു വി. കുറുപ്പ്, ഗിരിജ, കൊമ്പിപ്പള്ളിൽ ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സമാപന സമ്മേളനം താലൂക്ക് സെക്രട്ടറി S. ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. E. നിസാമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. C. രാധാകൃഷ്ണക്കുറുപ്പ്, K. രഘു, A. സാബു, R. സുജാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. B. ബിനീഷ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. R. വിജയൻപിള്ള നന്ദി രേഖപ്പെടുത്തി. താലൂക്കിലെ 7 പഞ്ചായത്തിൽ നിന്നായി 200ഓളം വിദ്യാർത്ഥികൾ ബാലകലോത്സവത്തിൽ പങ്കെടുത്തു. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ഗ്രന്ഥശാലയ്ക്കുള്ള ട്രോഫി പോരുവഴി സത്യചിത്ര ഗ്രാമീണ ഗ്രന്ഥശാലയും, ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ പഞ്ചായത്തിനുള്ള ട്രോഫി പോരുവഴി പഞ്ചായത്ത് നേതൃസമിതിയും ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ കോളനികൾ സന്ദർശിച്ച് ജനങ്ങളുടെ പരാതികൾ നേരിട്ട് സ്വീകരിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ അംബേദ്കർ ഗ്രാമത്തിൽ സന്ദർശനം നടത്തി. റൂറൽ SP സാബു മാത്യുവിന്റെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി പേർ പരാതികൾ നേരിട്ട് പോലീസ് മേധാവിയെ അറിയിച്ചു.
ഈ അമ്പക്കർ ഗ്രാമത്തിൽ 2 വാർഡുകളിലായി 300 തരം വീടുകൾ ഈ വിഭാഗത്തിന്റെ മാത്രമായി 2 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ളതാണ്. പക്ഷെ ഇവിടെ അതിന് അനുസരിച്ചുള്ളൊരു പങ്കാളിത്തം ഉണ്ടായിട്ടില്ല. കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ കോളനികൾ സന്ദർശിച്ച് ജനങ്ങളുടെ പരാതികൾ നേരിട്ട് സ്വീകരിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. റൂറൽ SP സാബു മാത്യു ജില്ലയിൽ ചാർജ് എടുത്ത ശേഷം ആദ്യത്തെ സന്ദർശനം നടത്തിയത് ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ അംബേദ്കർ ഗ്രാമത്തിലാണ്. ഗ്രാമവാസികളും കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി പേർ പരാതികൾ നേരിട്ട് പോലീസ് മേധാവിയെ അറിയിച്ചു. മദ്യപാനം മൂലമുണ്ടാകുന്ന കുടുംബകലഹങ്ങൾ, മദ്യത്തിന്റെ അമിത ഉപയോഗം, രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളുടെ മത്സരപ്പാച്ചിൽ തുടങ്ങി നിരവധി പരാതികൾ ഉയർന്നുവന്നു. പരാതി സ്വീകരിക്കലും പരിഹരിക്കലും പദ്ധതിയുടെ ഉദ്ഘാടനം റൂറൽ SP സാബു മാത്യു നിർവഹിച്ചു. പോലീസും ജനങ്ങളും ഒന്നിച്ചു പ്രവർത്തിച്ചാൽ വർദ്ധിച്ചുവരുന്ന കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പ്രദേശത്തു നിന്നുള്ള എന്തെങ്കിലും ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ വിവരം കൊടുക്കുക, അതിന് വിവരം കിട്ടുക. ഒന്നാമത്തെ കാര്യം. 2, മദ്യപിച്ചിരിക്കുന്ന പലരുണ്ടെങ്കിൽ അവരെ കറക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരിക്കലും നശിപ്പിക്കലല്ല, കറക്ഷനാണ് നല്ലത്. അവരെ തിരുത്തിക്കൊണ്ടുവരിക സമൂഹത്തിലേക്ക്, അതാണ് ശ്രമിക്കുന്നത്. അതിനെന്തൊക്കെ മാർഗങ്ങളുണ്ടോ ഇവിടെ കൊണ്ടാക്കാൻ പറ്റുമോ അത് നമുക്ക് ഇവിടെ കൊണ്ടാക്കണം. അവരെ നന്നാക്കി എടുക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ആരും മോശക്കാരല്ല, എല്ലാം നല്ലവരാണ്. ചിലപ്പോൾ ഒരു ഗ്രൂപ്പിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഇവരെ നന്നായി വരും. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ആരൊക്കെയാണ് മനസ്സിലാക്കി ആ ഗ്രൂപ്പിനെ വിളിച്ച് ഫോൺ ചെയ്യുക, അങ്ങനെ ഒരു. അപ്പോൾ പോലീസ് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ പോലീസിൻ്റെ കൂടെ നിൽക്കണം, മനസ്സിലായില്ലേ? പോലീസിൻ്റെ കൂടെ നിന്നിട്ട് ആ ഒരു ഭാഗത്ത് നിങ്ങൾ കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ശാസ്താംകോട്ട CI ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡംഗം ഉഷാകുമാരി സ്വാഗതം പറഞ്ഞു. SI കൊച്ചുകോശി, ലഹരി വിമുക്ത ഗ്രാമം കോർഡിനേറ്റർ S ദിലീപ് കുമാർ, കുടുംബശ്രീ പ്രവർത്തകരായ അംബിക, ജയശ്രീ, ലളിതകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്ക് അടുത്ത വർഷം ആൾക്കാരെ കൂട്ടാം, അത് അതേ പറയാൻ പറ്റും. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഞാൻ ഫസ്റ്റ് ആയതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ ഓരോ സത്യം ഇതെല്ലാം കറക്റ്റ് എടുത്ത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ഫസ്റ്റാണ്. അടുത്ത മാസം നടന്ന് കുറച്ച് നന്നായിട്ട് ഈ ഒരു ആംഗിൾ അതേപോലെ ആംഗിൾ ഉൾപ്പെടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ പറയുന്ന പോലെ കോളേജിൽ പെട്രോളിംഗ് ഏർപ്പെടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഓച്ചിറ ക്ലാപ്പന പ്രിയദർശിനി കലാ സാംസ്കാരിക വേദി ആൻഡ് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ നാടകോത്സവം സംഘടിപ്പിക്കുന്നു. ജനുവരി 1 മുതൽ 9 വരെ ക്ലാപ്പന തോട്ടത്തിൽ മുക്കിലാണ് നാടകോത്സവം നടത്തുന്നത്. 9 പ്രൊഫഷണൽ നാടക സമിതികൾ നാടകോത്സവത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ലാപ്പന പ്രിയദർശിനി കലാ സാംസ്കാരിക വേദിയുടെയും ഗ്രന്ഥശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രൊഫഷണൽ നാടകോത്സവം സംഘടിപ്പിക്കുന്നത്. നാടകരാവ് 2024 എന്ന പേരിൽ ജനുവരി 1 മുതൽ 9 വരെയാണ് ക്ലാപ്പന തോട്ടത്തിൽ മുക്കിൽ നാടകോത്സവം നടത്തുന്നത്. കേരളത്തെ 9 പ്രൊഫഷണൽ നാടക സമിതികളാണ് നാടകരാവിൽ പങ്കെടുക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വേദിയും ഗ്രന്ഥശാലയും സംയുക്തമായി നടത്തുന്ന നാടകോത്സവം നാടകരാവ് എന്ന പേരിൽ ജനുവരി 1 മുതൽ 9-ാം തീയതി വരെ ക്ലാപ്പന തോട്ടത്തിൽ മുക്കിലുള്ള കലാഭവൻ നോണി നഗറിൽ ആരംഭിക്കും. കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രൊഫഷണൽ നാടക ട്രൂപ്പുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ 9 നാടകങ്ങൾ ഈ നാടകോത്സവത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. CR മഹേഷ് MLA നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപനും ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മികച്ച നവാഗത നാടക രചയിതാവിനുള്ള CR മനോജ് സ്മാരക പുരസ്കാരം നാടക, സിനിമ, സീരിയൽ താരം പയ്യന്നൂർ മുരളി ജീവൻ സാജിന് നൽകി ആദരിക്കും. മികച്ച നവാഗത നാടക രചയിതാവിനുള്ള CR മനോജ് സ്മാരക പുരസ്കാരം സിനിമ, സീരിയൽ, നാടക താരം ശ്രീ പയ്യന്നൂർ മുരളി ജീവൻ സാജ് എന്ന നവാഗത നാടക രചയിതാവിന് നൽകി അദ്ദേഹത്തെ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രിയദർശിനി പ്രസിഡന്റ് SM ഇക്ബാൽ, സെക്രട്ടറി B ശ്രീകുമാർ, വൈസ് പ്രസിഡന്റ് വരവിള ഹുസൈൻ, ഗ്രന്ഥശാല സെക്രട്ടറി KR വത്സൻ, വനിതാവേദി പ്രസിഡന്റ് പ്രീത സുനിൽ, ലൈബ്രറിയൻ S ഗിരിജ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് തെക്കൻ മൈനാഗപ്പള്ളി 22-ാം വാർഡ് ADS വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ചക്കിട്ടയിൽ ഗവൺമെന്റ് LPSലാണ് ക്യാമ്പ് നടത്തിയത്. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് തെക്കൻ മൈനാഗപ്പള്ളി 22-ാം വാർഡിൽ കുടുംബശ്രീ ADS വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പും സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടത്തി. ചക്കിട്ട ഗവൺമെന്റ് LPSലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ശാസ്താംകോട്ട സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് K ശ്രീജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ഷുഗർ, ബ്ലഡ് പ്രഷർ പരിശോധന, സൗജന്യ മരുന്നുകൾ എന്നിവ ക്യാമ്പിൽ ലഭ്യമാക്കി. കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയും ജനകീയ രക്തദാന സേന കൊല്ലം യൂണിറ്റ്, ബ്ലഡ് സെന്റർ കരുനാഗപ്പള്ളി എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കൂടാതെ 18 വയസ്സ് കഴിഞ്ഞ നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ മക്കളെ ഇവിടെ വിളിച്ചു വരുത്തി ബ്ലഡ് കൊടുക്കാം. നിങ്ങളുടെ ഭർത്താക്കന്മാരെയും വിളിച്ച് ബ്ലഡ് കൊടുക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെയും വിളിച്ച് ബ്ലഡ് കൊടുക്കാം.
പിന്നെ ഇവിടെ നടക്കുന്ന ക്യാമ്പിലും മറ്റ് ക്യാമ്പിലും എല്ലാം രോഗാവസ്ഥയിലുള്ളവരെ എല്ലാം എത്തിച്ച് ഈ ക്യാമ്പും വിജയിപ്പിക്കുക. ഇതൊക്കെയല്ലേ നമ്മുടെ നാടിന്റെ ആവശ്യം. നമ്മുടെ നാട്ടിലൊക്കെ രോഗികൾ കുന്നുകൂടുകയാണ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഓണാട്ടുകര കാർഷികോത്സവത്തോടനുബന്ധിച്ച് ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. മന്ത്രി പി പ്രസാദ് മേള ഉദ്ഘാടനം ചെയ്തു. ഓണാട്ടുകരയുടെ കാർഷികപരം വിളിച്ചോതുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും കാർഷികോത്സവത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ചാരുമൂട് പറയകുളം LPSന് സമീപം ആവണി ഗ്രൗണ്ടിലാണ് കാർഷികോത്സവം നടക്കുന്നത്. ചാരുമൂട് പറയംകുളം LPSന് സമീപം ആവണി ഗ്രൗണ്ടിലാണ് ഓണാട്ടുകര കാർഷികോത്സവം നടക്കുന്നത്. കാർഷികോത്സവ വേദിയിലേക്ക് ജനത്തിരക്ക് ഏറുകയാണ്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെയും കുടുംബശ്രീകളുടെയും സ്വകാര്യ സംരംഭകരുടെയും അടക്കം 70ഓളം സ്റ്റാളുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഓണാട്ടുകരയുടെ കാർഷിക പെരുമ വിളിച്ചോതുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ശ്രദ്ധേയമാണ്. വിവിധയിനം പച്ചക്കറി തൈകളും വിത്തുകളും വേഗത്തിൽ കായ്ക്കുന്ന പ്ലാവിനങ്ങൾ, ചെടികൾ, ചിരട്ട, ചകിരി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയും ശ്രദ്ധയാകർഷിക്കുന്നു. വിവിധ കുടുംബശ്രീ യൂണിറ്റുകൾ ഒരുക്കിയിട്ടുള്ള ഭക്ഷണശാലയിൽ ഓണാട്ടുകരയുടെ തനത് വിഭവങ്ങളും വിവിധയിനം അച്ചാറുകളും തയ്യാറാണ്. ശനിയാഴ്ച നടന്ന ഭക്ഷ്യമേള ഏറെ ശ്രദ്ധേയമായി. മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ണിൽ പണിയെടുക്കുന്നത് മാത്രമല്ല, കായികാധ്വാനം കൂടുതൽ വേണ്ട ഏത് പണിയിൽ ഏർപ്പെടുന്നതും മോശമാണെന്ന് സമൂഹം പണ്ട് മുതലേ കരുതുന്നുണ്ട്. അതുകൊണ്ടാണ് എത്ര പെട്ടെന്ന് ഇതിനകത്ത് മാറാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് മാറുക എന്ന തരത്തിലേക്ക് നമ്മൾ എത്തിയത്. ഇതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്ത് ചോദിച്ചാൽ എല്ലാം വാങ്ങിച്ചാൽ മതി എന്നൊരു ചിന്തയുണ്ടായി. വാങ്ങിക്കാമല്ലോ, പിന്നെ എന്തിനാ വെറുതെ മെനക്കെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങി. പക്ഷെ വാങ്ങിക്കുന്നത് ഭക്ഷണം എന്ന് പറയുമ്പോൾ ഭക്ഷിക്കേണ്ടതാണ് വാങ്ങിക്കേണ്ടി വരുന്നത് എന്ന് പറയുന്നിടത്ത് വാങ്ങൽ നല്ലവണ്ണം നടക്കുന്നു എന്ന് പറഞ്ഞാൽ കച്ചവടം നല്ലവണ്ണം നടക്കുന്നതായിരുന്നു. കച്ചവടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കണക്കൂട്ടുന്നത് ലാഭത്തെയാണ്. വേറെ ഒന്നുമല്ല. ഞാനൊരു കച്ചവടം തുടങ്ങിയാലും ഞാൻ കണക്ക് കൂട്ടുന്നത് 10 രൂപ എനിക്ക് മുടക്കുമുതൽ വേണ്ട സാധനം ഞാൻ 9 രൂപയ്ക്ക് കച്ചവടം ചെയ്യാൻ ഒരിക്കലും തയ്യാറാവുന്നില്ല. എനിക്ക് ലാഭം തന്നെ എന്റെ ഘടകം. സ്വാഗത സംഘം ജനറൽ കൺവീനർ ജി മധുസൂദനൻ നായർ അധ്യക്ഷത വഹിച്ചു. ഓണാട്ടുകര സുരക്ഷയുടെ നാട് എന്ന വിഷയത്തിൽ മുരളീധരൻ തഴക്കര പ്രഭാഷണം നടത്തി. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുമ, ബി രാജലക്ഷ്മി, പി രജനി ജയദേവ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. CDS അംഗങ്ങൾക്കുള്ള വിഷൻ ബിൽഡിംഗ് ട്രെയിനിംഗ് സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളി നഗരസഭ കുടുംബശ്രീ CDSനെ മോഡൽ CDS ആയി തെരഞ്ഞെടുത്തതിന്റെ ഭാഗമായാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. CDS അംഗങ്ങൾക്കുള്ള 2ാം ഘട്ട മിഷൻ ബിൽഡിംഗ് ട്രെയിനിംഗ് സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളി നഗരസഭ കുടുംബശ്രീ CDSനെ മോഡൽ CDS ആയി തെരഞ്ഞെടുത്തതിന്റെ ഭാഗമായാണ് ട്രെയിനിംഗ് നടത്തിയത്. ടൗൺ ക്ലബിൽ സംഘടിപ്പിച്ച ട്രെയിനിംഗിൽ കുടുംബശ്രീ മിഷൻ കർമ്മ ടീം അംഗങ്ങളായ മിനി, മേദിനി എന്നിവർ ക്ലാസ് നയിച്ചു. ജീവിതശൈലി രോഗം ഉണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കും. എങ്ങനെ? ക്യാമ്പിലൂടെ, മെഡിക്കൽ ക്യാമ്പിലൂടെ നമ്മൾ രോഗം നിർണയിക്കും. അഥവാ രോഗം പിടിപെട്ടവരെത്ര, പിടിപെടാൻ സാധ്യതയുള്ളവരെത്ര, അതുപോലെ ഒട്ടും രോഗത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയില്ലാത്തവർ, ഇങ്ങനെ 3 കാറ്റഗറിയായിട്ട് തിരിച്ചുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യും? ബോധവൽക്കരണം കൊടുക്കും. രോഗം പിടിപെട്ടവർക്ക് ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ ഇതിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാം, അതുപോലെ പിടിപെടാൻ സാധ്യതയുള്ളവർക്ക് അവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ്. ഇതാ നമ്മളാണോ ക്ലാസ് എടുക്കുന്നത്? അല്ല. ആരെടുക്കും? ആരോഗ്യ മേഖലയിൽ നിന്ന് വിദഗ്ധരായിട്ടുള്ള ആളുകൾ വന്നാണ് ക്ലാസുകൾ നയിക്കും. ഭരണസമിതി അംഗങ്ങൾക്ക് കിട്ടുന്ന ട്രെയിനിങ് വാർഡ് തലത്തിലുള്ള അയൽക്കൂട്ടങ്ങളുടെ ശാക്തീകരണത്തിനും തുടർ പ്രവർത്തനങ്ങൾക്കുമായി പ്രയോജനപ്പെടുത്തും. CDS ചെയർപേഴ്സൺ ഷീബ, വൈസ് ചെയർപേഴ്സൺ ബിന്ദു, സെലീന, ഉപസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. വള്ളികുന്നം പടയണിവട്ടം ദേവീക്ഷേത്രത്തിലെ ദേവീ സപ്താഹജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവരം നടത്തി. നിരവധി ഭക്തർ പങ്കെടുത്തു. വള്ളികുന്നം പടയണിവട്ടം ദേവീക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞത്തോടനുബന്ധിച്ചാണ് രുക്മിണി സ്വയംവരം നടത്തിയത്. ക്ഷേത്രത്തിൽ അൻപുലി മഹോത്സവവും നടന്നുവരുന്നു. ശ്രുതിപ്രബോധന ഹരിപ്പാട് വേണുജിയാണ് യജ്ഞാചാര്യൻ. ക്ഷേത്രതന്ത്രി അമ്പലപ്പുഴ പുതുമനയിലത്ത് S ദാമോദരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ക്ഷേത്രമേൽശാന്തി ജയദേവൻ ഭട്ടതിരി, വിഘ്നേഷ് ഭട്ടതിരി, കൊട്ടാരക്കര രഘുനാഥൻ പോറ്റി, മാവേലിക്കര വാസുദേവൻ, ആലപ്പി സോമനാഥ്, ചെട്ടികുളങ്ങര പ്രേമചന്ദ്രൻ, ആദിനാട് സുരേഷ് എന്നിവരും സപ്താഹയജ്ഞത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. പ്രധാന വാർത്തകൾ വീണ്ടും. കരുനാഗപ്പള്ളി പാവുമ്പയിൽ മാരക ആയുധങ്ങളുമായി ആക്രമണം. 3 അംഗ സംഘം പിടിയിൽ. പാവുമ്പ സ്വദേശിയായ അനിൽകുമാറിനാണ് മർദ്ദനമേറ്റത്. അനിൽകുമാറിന്റെ സ്കൂട്ടറും ഇയാളുടെ സ്ഥാപനത്തിൽ സൂക്ഷിച്ചിരുന്ന ഗ്ലാസ് ഷീറ്റും അക്രമി സംഘം തകർത്തു.
കോളനികൾ സന്ദർശിച്ച് ജനങ്ങളുടെ പരാതികൾ നേരിട്ട് സ്വീകരിക്കുന്ന പദ്ധതിക്ക് തുടക്കം. കൊല്ലം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ അംബേദ്കർ ഗ്രാമത്തിൽ റൂറൽ SP സാബു മാത്യുവിന്റെ നേതൃത്വത്തിലാണ് സന്ദർശനം. ഓണാട്ടുകര കാർഷികോത്സവം ശ്രദ്ധേയമാകുന്നു. ഓണാട്ടുകരയുടെ കാർഷിക പെരുമ വിളിച്ചോതുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും. മേളയുടെ ഭാഗമായി 70ഓളം സ്റ്റാളുകൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സൗത്ത് വോയിസ് കൊല്ലം ജില്ലയിൽ തുടങ്ങുന്ന കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷനിലേക്കും ജില്ലാ ചാനലിലേക്കും ജില്ലയിലെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളിലേക്കും താഴെ പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. റിസപ്ഷനിസ്റ്റ്, ജനറൽ മാനേജർ, ടാക്സ് ഓർ ലീഗൽ അഡ്വൈസർ, ഓഫീസ് സെക്രട്ടറി, ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫീൽഡ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പർ, ചാനൽ പ്രോഗ്രാം ഷെഡ്യൂളർ, കൺട്രോൾ റൂം ടെക്നീഷ്യൻ, വീഡിയോ എഡിറ്റർ, ക്യാമറാമാൻ, ന്യൂസ് എഡിറ്റർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ആങ്കർ, ഡ്രൈവർ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ചാനലിലെ സ്ക്രോളിംഗ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾക്ക് 7025017405 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.